ഹായ് ഗൈസ്, അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി ട്യൂബ് ലൈറ്റ് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ കണ്ട മാതിരി തന്നെ ഇതാണ് ആ ട്യൂബ് ലൈറ്റ്. ഇത് നോക്കിയേ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഗൈസ്, ഇത് ആക്ച്വലി ട്യൂബ് ലൈറ്റ് പ്രത്യേകതരം ട്യൂബ് ലൈറ്റ് ഒന്നുമല്ല. ഈ ട്യൂബ് ലൈറ്റിനൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കത്തുന്നത്. ഞാനിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഈ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് അത് കത്തുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്കതൊന്ന് നോക്കാം. ഗൈസ്, പരിപാടിയിലേക്ക് കിടക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ചുവന്ന കളറിലാണോ എന്ന് നോക്കിയേക്കണേ. ചുവന്ന കളറിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് വൈറ്റ് കളറാവും. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണം കൂടെ ഉണ്ടാവും. അത് ഞെക്കി അത് ഓളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ തൊട്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. ഈ ട്യൂബ് നമുക്കൊന്ന് അഴിച്ച് പണിയാം. ഗൈസ്, അപ്പോൾ ട്യൂബ് അഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട, നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. ആദ്യമേ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ മൂട് കണ്ടോ, ഈ മൂട് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കി ഒന്നെടുക്കാം. ബേസിക്കലി ഇത് ഈ സാധനത്തിൻ്റെ ഇടയിൽ ഇതിങ്ങനെ അങ്ങോട്ട് കുത്തിയിട്ട് ഉള്ളിലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ പതുക്കെ കൈ കൊണ്ട് വലിച്ച് എടുത്താൽ മതി. കണ്ട, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് കണ്ട, ഈ വയർ ഇതുമ്മേ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പതുക്കെ നൈസായിട്ട് എടുക്കാം. കണ്ടോ, വയർ ഇതുമ്മ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ആ സാധനം ഒട്ടിച്ച് വെച്ചതുകൊണ്ട് വയറിന് ഇൻസുലേഷനൂടെ പോയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് ഒന്ന് സേഫ് ആക്കണം. ഇനി വേണ്ടത് ഇപ്പുറത്തെ തല അതേമാതിരി തന്നെ ജസ്റ്റ് ഇതിങ്ങനെ കുത്തി കയറ്റുക. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണം. ഇതിൻ്റെ ഇടയിലെങ്ങാനും കൈ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈയിൻ്റെ ഒരു പീസ് അങ്ങോട്ട് ഇളകി പോകും കേട്ടോ. ഇത് ഈ സൈഡ് ഞാൻ ഊരട്ടെ. അപ്പോൾ പലരും വിചാരിക്കണ്ടാവും ഇത് ട്യൂബ് ലൈറ്റ് അല്ല, ഇത്രയൊക്കെ പൈസ അല്ല നമ്മൾ മുടക്കണുള്ളൂ, അത് ഇതാക്കി കൂടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് പഴയ ട്യൂബ് ലൈറ്റ് മാറ്റി ഇപ്പോൾ LED ട്യൂബ് ലൈറ്റ് ആക്കിയത് എന്തുകൊണ്ടാണ്? പവർ ലാഭിക്കാനാണ്, അതായത് കറണ്ട് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതും പഴയ ഒരു ട്യൂബിൻ്റെ വില എന്ന് പറഞ്ഞാൽ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഒരു ട്യൂബിൻ്റെ വില 300 രൂപയുടെ അടുത്തുണ്ട്. അപ്പം പൈസ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്യൂബ് 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം പോലും കഷ്ടി നിൽക്കുന്നില്ല. അത് ഇതേമാതിരത്തെ പ്രോബ്ലംസ് കൊണ്ടാണ് മിക്കവാറും പോകുന്നത്. അപ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ IE എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ട് തന്നെയാണ് നമ്മൾ ട്യൂബ് മേടിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൈസ ഏത് വഴിക്ക് പോകുന്നുള്ളത് നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് കൂടെ നോക്കണം നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ 2 സൈഡ് അടപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സ്ലീവ് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കണ്ട, ഇപ്പോഴും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. പിന്നെ ഇതിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് കണ്ടെടുത്തോളം നമ്മൾ ഈ ഹോളിൽ കൂടെ വേണം, ഇവിടെ ആയിരിക്കും ബോർഡ് ഉണ്ടാവുക, ഈ ഹോളിൽ കൂടെ വേണം ഇത് ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ ഊരിയെടുത്താൽ തന്നെ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയണം. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഈ വയറ് കാര്യങ്ങൾ ഇൻസുലേഷൻ ഒട്ടിച്ചത് ഊരിയെടുക്കണം. കാരണം ഈ വയറ് ഉള്ളിൽ കൂടെ എടുക്കണമല്ലോ. നമുക്കത് ആദ്യം ഊരാം. ഈ വയറ് നമുക്ക് ഡീസോൾഡർ ചെയ്തെടുക്കണം. കണ്ടോ, ഇത് നമുക്ക് ഡീസോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അതേമാതിരി ഇപ്പുറത്തെ വശത്തും ഉണ്ടാവും. ഇതും ഡീസോൾഡർ ചെയ്തെടുക്കാം. നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് LED ട്യൂബിൻ്റെ അകത്ത് ഉള്ളതെന്നുള്ളത്. മെയിനായിട്ടുള്ള സാധനം ഇതാണ്. ഓക്കെ, ഇതുണ്ടോ, ഇതൊരു 4 അടി നീളമുള്ള LED സ്ട്രിങ് ആണ്. അപ്പോൾ ഇതാണ് മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ളത്. ഇനി വരുന്നത് നമുക്ക് ബോർഡ് ഉരി മാറ്റണം. ബോർഡ് ഉരി മാറ്റാനായിട്ട് ഒരു പണിയുണ്ട്. ഇത് ജസ്റ്റ് ഉള്ളിലേക്ക് തള്ളി വിടുക. ഇതിങ്ങനെ ഉള്ളിലേക്ക് തള്ളി വിടുക. തള്ളി വിട്ടതിന് ശേഷം ഇത് കണ്ടോ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ വയർ നീണ്ട് വരുന്നുണ്ട്. കണ്ടോ,
നമ്മളിത് നൈസായിട്ട് തള്ളി ഉള്ളിലേക്ക് ആക്കുക. തിരിച്ചപ്പം എടുക്കാനായിട്ടും ഇതിലെന്തെങ്കിലും സാധനം ഒരു കയറിട്ട് അപ്പുറത്തുകൂടെ വലിച്ചിട്ട് ഇതിൽ നിന്ന് തന്നെ വലിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഇതേമാതിരി തന്നെ വലിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തള്ളി വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോർഡ് വരുന്നത്. ക്ലാസിക് ചെറിയൊരു SMPS മോഡ്യൂളാണിത്. കണ്ടോ, സപ്രഷൻ ചോക്കും നോയ്സ് സപ്രഷനും അതും ഇതൊക്കെ സാധനങ്ങളുണ്ട്. ഒരു ഫ്യൂസ് ഉണ്ട്. ഒരു ഇൻഡക്ടറിൽ കൂടെ കടന്നു വന്നിട്ട് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് വന്ന് അവിടെ നിന്ന് സ്വിച്ച് ചെയ്യണതാണ്. ഈ 2 കപ്പാസിറ്റർ വഴി വരുന്നതാണ്. അപ്പോൾ ഇതൊരു 90 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു സാധനത്തിൻ്റെ 3 LED പാരലും 3 LED എത്രയോ 15 സെറ്റ് LED ആയതുകൊണ്ട് സീരീസിലാണ്. അപ്പോൾ ഇതൊരു 90 വോൾട്ടിൻ്റെ അടുത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബോർഡിൻ്റെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നോക്കിയിട്ട് ബോർഡ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നമുക്ക് ആ ട്യൂബിൻ്റെ സർക്യൂട്ട് വെച്ച് തന്നെ ഒന്ന് കത്തിച്ച് നോക്കാം. ഇപ്പോഴും നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ട്യൂബ് ഓൺ ആയിട്ടില്ല. അപ്പോൾ ഇത് സംഭവം ലൈവാണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കാം. എവിടെ തട്ടുമ്പോഴാണ് ഉണ്ടോ? കണ്ടോ, ഞാൻ ഈ ട്രാൻസ്ഫോമറുമ്പോൾ തൊട്ടപ്പോഴത്തേക്കാണ് സംഭവം കത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം. ആ ട്രാൻസ്ഫോമർ ഒന്ന് രണ്ടാമത് റീസോൾഡർ ചെയ്യാം. സോൾഡർ ചെയ്യാൻ പോകണമെങ്കിൽ പിന്നെ നമ്മൾ ഈ കപ്പാസിറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞേക്കണം. ഉണ്ടോ, ഇപ്പോൾ പൊട്ടിയത് കണ്ടോ? അതിൽ ചാർജ് ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒന്ന് കുത്തി ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞേക്കണം. അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഷോക്ക് അടി കൊള്ളും. ഒരെണ്ണം ഇതിനപ്പം 3 കാലേ ഉള്ളൂ. നമ്മൾ 3 സോൾഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 2 and 3. അപ്പോൾ ഗൈസ്, ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഒരു പാഡ് മിസ്സിങ് ആണ്. മിസ്സിങ് എന്ന് പറഞ്ഞാൽ അത് തീരെ പോയി. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയൊക്കെ ഉള്ള ഈ സർക്യൂട്ട് ബോർഡിന്. അതുകൊണ്ടാണ് നമ്മുടെ ട്യൂബൊക്കെ പെട്ടെന്ന് കേടാവണത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇവിടെ ഈ പാഡില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കാലിലേക്ക് തന്നെ സോൾഡർ ചെയ്യണം. അത് ഈ റെസിസ്റ്ററിലേക്ക് തന്നെ സോൾഡർ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് സോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ചെറിയ റെസിസ്റ്ററിൻ്റെ ഒരു കാലും കൂടെ വെച്ച് കൊടുത്തേക്കാം, ഒരു എക്സ്ട്രാ സപ്പോർട്ടിന്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ് ഉണ്ട്. ഇവിടെ ഈ 3 എണ്ണം മാത്രം എപ്പോഴും പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി നമ്മൾ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് പറയുകയാണ്, ഒരു തവണ കത്തിച്ചതിന് ശേഷം ഇവിടെയുള്ള കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞേക്കുക. കണ്ട, അത് ഇപ്പോൾ രണ്ടാമതും പൊട്ടിയതുണ്ടോ? അപ്പോൾ ഇത്രയും ചാർജ് ഇതിൽ കാണും. ഇത് ജസ്റ്റ് ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം തൊടുക, അല്ലെങ്കിൽ ഷോക്ക് കൊള്ളും കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് നമ്മൾ ആദ്യം വൈറ്റ് വയർ എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. ഇതങ്ങനെ അറ്റത്ത് എത്താനുള്ള വയറാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വൈറ്റ് വയർ ഇങ്ങനെ ഉള്ളിലേക്ക് തിരികെ ഇട്ട് കൊടുക്കുക. ഇത് അപ്പുറത്തെ സൈഡിൽ കൂടെ വരേണ്ട വയറാണ്. അത് നമ്മൾ തിരികെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോർഡ് വരാറാകുമ്പോഴത്തേക്കും ബോർഡിൻ്റെ പവർ കോഡും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം എന്താ അങ്ങനെ കയറ്റി വയ്ക്കുക. ഒരു കറക്റ്റ് ഗ്രൂവ് ഉണ്ട്. ഈ ഗ്രൂവിൻ്റെ അകത്തേക്ക് ബോർഡ് ഇങ്ങനെ തള്ളിക്കയറ്റി വെക്കണം. ഉണ്ടാ, ഇതെങ്ങും തൊടാതെ ഇതതിൻ്റെ ഉള്ളിലേക്ക് പോകും. നമ്മൾ ചെറിയൊരു കഷ്ണം ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഈ ആക്സോ ബ്ലേഡ് ഇതിൻ്റെ അറ്റത്തിടുക.
എന്നിട്ട് ഇതും നൈസായിട്ട് തള്ളിക്കൊടുക്കുക. ബോർഡ് തള്ളാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. തിരിച്ചിടുമ്പോഴത്തേക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ ഒരു വാഷറുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് അവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ട്വീസറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്ന് പൊക്കത്തേക്ക് വലിച്ചെടുക്കുക. ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. കണ്ട, നമ്മുടെ വയറ് ഇതിൽ കൂടെ വന്നു. കണ്ട, ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്. ഇതുണ്ട്, ഈ അറ്റത്ത് വയർ വന്നിട്ടുണ്ട്, ഇപ്പുറത്തെ അറ്റത്തും വയർ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വെച്ച് സോൾഡർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഗൈസ്, ഞാൻ LED സ്ട്രിപ്പ് കയറ്റുവാണ്. ഇപ്പോൾ കയറ്റുന്നവർ ഇത് ചെയ്യുന്നവർ സൂക്ഷിച്ച് ചെയ്യണം. ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കില്ല. ചെറിയൊരു PCBയിലാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്, വലിയ തിക്നെസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ച് ഇൻസേർട്ട് ചെയ്യുക. അതേമാതിരി പൊളാരിറ്റി നോക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു പോയാൽ ട്യൂബ് കത്തില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്യൂബ് തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17.39 വാട്ട്സ് എടുക്കുന്നുണ്ട്. നമ്മുടെ ട്യൂബ് കത്തുന്നുണ്ട്. ഉണ്ടോ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4-5 ട്യൂബായി ഇതേമാതിരി കേടായി കിടക്കുന്നു. അതായത് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു ട്യൂബിന് 300 രൂപ വെച്ചിട്ട് 4-3-12 1200 രൂപയുടെ ട്യൂബ് മുതൽ ഇവിടെ വെറുതെ കേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോൾഡറിങ് ആണ്, കുറച്ച് നേരം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്യൂബ് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ അടുത്തൊരു വീഡിയോയും കൂടെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടുക എന്നുണ്ടെങ്കിൽ ചെയ്യാം. മാക്സിമം നമുക്ക് ഈ ട്യൂബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 കൊല്ലത്തേക്കൊക്കെയാണ് LED ലൈഫ് പറയുന്നത്. നമ്മുടെ ട്യൂബ് 1 കൊല്ലം പോലും നിൽക്കുന്നില്ല. നമുക്ക് ഇതെങ്ങനെ ട്യൂബിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കമൻറ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടുള്ള ബെല്ലൈക്കണം കൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.